യുവമോർച്ചയുടെ സെക്രട്ടേറിയറ്റ് മാർച്ചാണ്. യുവമോർച്ച പ്രവർത്തകർക്ക് നേരെ പോലീസ് ജലപീരങ്കി പ്രയോഗിക്കുന്നു. സെക്രട്ടേറിയറ്റിന് മുന്നിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് ഈ കാണുന്നത്. ജലപീരങ്കി പ്രയോഗിച്ചിട്ടും പ്രതിഷേധക്കാർ പിരിഞ്ഞു പോയിട്ടില്ല. പ്രശാന്ത് കൃഷ്ണ അവിടെയുണ്ട്. പ്രശാന്ത്, യുവമോർച്ചയുടെ പ്രതിഷേധത്തിന് നേരെ പോലീസ് ഇപ്പോൾ ജലപീരങ്കി പ്രയോഗിച്ചിരിക്കുകയാണല്ലോ. ഏത് രീതിയിലാണ് ഇപ്പോൾ പ്രതിഷേധം മുന്നോട്ട് പോകുന്നത്? നവകേരള മാർച്ചിലെ പോലീസ് അതിക്രമങ്ങളിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് യുവമോർച്ചയും ഇപ്പോൾ സെക്രട്ടേറിയറ്റിന് മുന്നിലേക്ക് മാർച്ച് നടത്തുന്നത്. മാർച്ച് ഇപ്പോൾ സെക്രട്ടേറിയറ്റിന് നോർത്ത് ഗേറ്റിൽ പ്രതിഷേധിക്കുകയാണ് പ്രവർത്തകർക്ക് നേരെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. എത്തിയ ഉടൻ തന്നെ പ്രവർത്തകർ ഈ ബാരിക്കേഡ് മറിച്ചിടാനുള്ള ശ്രമം നടത്തി. ഈ സമയത്താണ് പോലീസ് ആദ്യം ജലപീരങ്കി പ്രയോഗിച്ചത്. പ്രവർത്തകരുടെ എണ്ണം വലിയ കൂടുതലായില്ല. എന്നിരുന്നാലും ഇപ്പോൾ പോലീസ് നിലവിൽ ഒരു സംയമനത്തിലാണ്. പ്രവർത്തകർക്ക് നേരെ മറ്റ് നടപടികളൊന്നും തുടങ്ങിയിട്ടില്ല. ഇപ്പോൾ പ്രവർത്തകരും പോലീസും തമ്മിൽ ചെറിയ തോതിലുള്ള വാക്കേറ്റം നടക്കുന്നുണ്ട്. ഏതായാലും മാർച്ച് ഇപ്പോൾ ആരംഭിക്കുക മാത്രമാണ് ചെയ്തിട്ടുള്ളത്. വനിതാ പ്രവർത്തകരുടെ സാന്നിധ്യമില്ല. യുവമോർച്ചയുടെ തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയിലെ പ്രവർത്തകരാണ് ഇവിടെ ഇപ്പോൾ പ്രതിഷേധിക്കുന്നത്. ഇപ്പോൾ മാർച്ച് നോർത്ത് ഗേറ്റിൽ ബാരിക്കേഡിന് മുന്നിലാണ് പ്രവർത്തകർ പ്രതിഷേധിക്കുന്നത്. യുവമോർച്ച ശരി, പ്രശാന്ത് കൃഷ്ണയാണ് യുവമോർച്ച മാർച്ചിന്റെ വിശദാംശങ്ങൾ നൽകിയത്. പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചെങ്കിലും പ്രവർത്തകർ പിരിഞ്ഞു പോയിട്ടില്ല. അവിടെ നിന്നുകൊണ്ട് പ്രതിഷേധിക്കുകയാണ്. അല്പം മുൻപ് കണ്ടത് DGP ഓഫീസിലേക്കുള്ള യൂത്ത് കോൺഗ്രസിന്റെ മാർച്ചിലുണ്ടായ സംഘർഷമാണ്. വലിയ തോതിലുള്ള പ്രതിഷേധത്തിലേക്ക് കാര്യങ്ങൾ കടന്നു. മാർച്ചിനിടെ നവകേരള സദസ്സിന്റെ ബാനറുകൾ വ്യാപകമായി നശിപ്പിച്ച പ്രവർത്തകർ പോലീസിന് നേരെ കല്ലെറിയുകയും ചെയ്തു. അക്രമാസക്തരായതോടെ പിരിച്ചുവിടാൻ പോലീസ് ജലപീരങ്കിയും കണ്ണീർവാതകവും പ്രയോഗിച്ചു. മാർച്ച് തെരുവ് യുദ്ധത്തിലേക്ക് നീങ്ങിയതോടെ പ്രതിപക്ഷ നേതാവ് പ്രസംഗം പാതി വഴിയിൽ അവസാനിപ്പിക്കുകയും ചെയ്തു. VD സതീശൻ പ്രസംഗിച്ചുകൊണ്ടിരിക്കെയാണ് കോൺഗ്രസ് പ്രവർത്തകരുടെ പ്രതിഷേധം ഒരു ഭാഗത്ത് നടന്നത്. മറ്റൊരിടത്ത് നവകേരള സദസ്സിന്റെ കലാശക്കൊട്ടും നടക്കുകയാണ്. ഒരർത്ഥത്തിൽ തലസ്ഥാനം യുദ്ധക്കളമായി മാറിയതാണ് നമ്മൾ കണ്ടത്. ഇനിയും പ്രതിഷേധത്തിന് അയവില്ല എന്ന സൂചനകൾ നൽകുന്നതാണ്. TS ഹരികൃഷ്ണയിലേക്ക് ഒരിക്കൽ കൂടി പോകുന്നു. ഹരി നേരത്തെ റിപ്പോർട്ട് ചെയ്തത് പ്രകാരം ഈ കോൺഗ്രസിന്റെ മാർച്ച് സംഘർഷഭരിതമായ ഒരു സാഹചര്യത്തിലേക്ക് പോയി. ഇപ്പോൾ സമാധാനപരമായ ഒരു അന്തരീക്ഷമാണ് എന്നാണ്. ഇപ്പോൾ എങ്ങനെയാണ് പ്രവർത്തകരൊക്കെ പൂർണ്ണമായി പിരിഞ്ഞുപോയ നേതാക്കൾ ഉൾപ്പെടെ? പ്രവർത്തകർ പൂർണ്ണമായും തിരിഞ്ഞുപോയി. DGP ആസ്ഥാനത്ത് പരിസരത്ത് ഒരു സംഘർഷ സാധ്യത ഇപ്പോൾ ഇല്ല. ഗതാഗതവും സുഗമമായിട്ടുണ്ട്. നേതാക്കൾ ഇപ്പോൾ KPCC ആസ്ഥാനത്താണുള്ളത്. പ്രതിപക്ഷ നേതാവ് VD സതീശൻ, രമേശ് ചെന്നിത്തല, ഒപ്പം തന്നെ ശശി തരൂർ MP ഉൾപ്പെടെയുള്ളവർ KPCC ആസ്ഥാനത്തേക്ക് പോയിരുന്നു. ഒപ്പം ദേഹാസ്വസ്ഥ അനുഭവപ്പെട്ട K സുധാകരൻ അദ്ദേഹത്തെ തിരുവനന്തപുരത്തെ ശാസ്ത്രമംഗലത്തുള്ള സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റുകയും ചെയ്തു. നേതാക്കൾക്കൊപ്പം തന്നെ പ്രവർത്തകരും കുറെ പേർ ഇപ്പോൾ KPCC ആസ്ഥാനത്തുണ്ട്. DGP ആസ്ഥാനത്തും പരിസരത്തും മാനവീയം വീതി പരിസരത്തൊക്കെ ഉണ്ടായിരുന്ന നേതാക്കളും ഒപ്പം തന്നെ പ്രവർത്തകരും ഒക്കെ അവിടെ നിന്ന് പിരിഞ്ഞുപോയി. ഹരിയാണ് DGP ഓഫീസിന് സമീപത്ത് നിന്നും വിവരങ്ങൾ നൽകുന്നത്. കോൺഗ്രസ് പ്രവർത്തകരുടെ DGP ഓഫീസ് മാർച്ച് അക്രമാസക്തമായിരുന്നു. പ്രതിപക്ഷ നേതാവ് VD സതീശൻ പ്രസംഗിക്കുന്നതിനിടെ ഉണ്ടായ സംഘർഷത്തിന് പിന്നാലെ പോലീസ് ടിയർ ഗ്യാസും ജലപീരങ്കിയും പ്രയോഗിച്ചതിനെ തുടർന്ന് വലിയ സംഘർഷ സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോയി. മുതിർന്ന നേതാക്കളിൽ പലർക്കും ദേഹാസ്വസ്ഥം അനുഭവപ്പെട്ടു. ഇപ്പോൾ സമാധാനപരമായ ഒരു അന്തരീക്ഷമാണ് അവിടെ ഉള്ളത് എന്നാണ് ഹരി റിപ്പോർട്ട് ചെയ്യുന്നത്. മറ്റൊരിടത്ത് യുവമോർച്ചയുടെ പ്രതിഷേധവും നടക്കുകയാണ് സെക്രട്ടേറിയറ്റിലേക്ക്. അതിന്റെ ദൃശ്യങ്ങളാണ് ഒരു ബോക്സിൽ കാണുന്നത്. മറ്റൊരിടത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധവും. പ്രശാന്ത് കൃഷ്ണ അവിടെ നിന്നുള്ള വിവരങ്ങൾക്കായി ചേരുന്നുണ്ട്. പ്രശാന്ത്, നേരത്തെ കണ്ടതാണ് യുവമോർച്ച പ്രവർത്തകർ കൂട്ടമായി എത്തുന്നു, ബാരിക്കേഡ് തള്ളിയിടാൻ ശ്രമിക്കുന്നു, പോലീസ് ജലപീരങ്കി പ്രയോഗിക്കുന്നു. ഇപ്പോഴും പിരിഞ്ഞു പോകാതെ പ്രതിഷേധിക്കുകയാണോ പ്രവർത്തകർ? യുവമോർച്ച സംസ്ഥാന അധ്യക്ഷൻ പ്രഫുൽ കൃഷ്ണയുടെ നേതൃത്വത്തിലാണ് ഈ മാർച്ച്. ഇപ്പോൾ ഏതാനും പ്രവർത്തകർ പോലീസിന് നേരെ പാഞ്ഞെടുക്കുകയും പോലീസുമായി ഉന്തും തള്ള് ഉണ്ടാവുകയും ചെയ്തു. തുടർന്ന് പോലീസുമായി ബലപ്രയോഗത്തിന് ശേഷം പ്രവർത്തകർ ഇപ്പോൾ ബാരിക്കേഡ് മറിച്ചിടാനുള്ള ശ്രമം തന്നെ തുടരുകയാണ്. പോലീസ് ഇതുവരെ മറ്റൊരു നടപടിയിലേക്ക് ആദ്യം പ്രവർത്തകർ എത്തിയ ബാരിക്കേഡ് മറിച്ചിടാനുള്ള ശ്രമം നടത്തിയപ്പോൾ ആ സമയത്ത് ഒരു തവണ ജലപീരങ്കി പ്രയോഗം നടത്തി. പക്ഷേ പിന്നീട് പോലീസ് ഒരു നടപടിയിലേക്ക് കടന്നിട്ടില്ല. പ്രവർത്തകർ പിരിഞ്ഞു പോയിട്ടുമില്ല. ഒരു ഘട്ടത്തിൽ പ്രവർത്തകർ
പോലീസിന് നേരെ അടുക്കുകയും പോലീസുമായി ഉന്തും തള്ളും ഉണ്ടാവുകയും ചെയ്തു. പക്ഷേ അപ്പോഴും ലാത്തിചാർജ് പോലുള്ള നടപടിയിലേക്ക് കടന്നിട്ടില്ല. ഏതായാലും പോലീസ് ഇവരെ പിരിച്ചുവിടാനായി അടുത്ത നടപടിയിലേക്ക്, അത് കണ്ണീർ വാതക ഷെല്ല് പ്രയോഗിക്കുന്ന പോലുള്ള നടപടിയിലേക്ക് കടക്കും എന്നാണ് നാം മനസ്സിലാക്കുന്നത്. പോലീസ് പാർട്ടി അതിനുള്ള തയ്യാറെടുപ്പുകൾ നടത്തുന്നു. ഇപ്പോൾ പ്രവർത്തകർ നോർത്ത് ഗേറ്റിന്റെ കവാടത്തിലെ ബാരിക്കേഡിന് മുന്നിൽ തന്നെ നിന്ന് പ്രതിഷേധിക്കുകയാണ്. വീണ്ടും ജലപീരങ്കി പ്രയോഗം തന്നെയാണ്. പ്രവർത്തകർ പിരിഞ്ഞു പോകാനുള്ള അടുത്ത ശ്രമത്തിന്റെ ഭാഗമായാണ് വീണ്ടും ജലപീരങ്കി പ്രയോഗം നടത്തുന്നത്. പക്ഷേ ഇപ്പോഴും പിരിഞ്ഞു പോകാതെ വീണ്ടും ഒരു പ്രതിഷേധ മാർഗം തുടരുകയാണെങ്കിൽ കണ്ണീർ വാതക ഷെല്ല് പ്രയോഗിക്കുന്ന പോലുള്ള നടപടിയിലേക്ക് പോലീസ് കടക്കും. കാരണം അതിനുവേണ്ടിയുള്ള തയ്യാറെടുപ്പുകളുമായി തന്നെയാണ് പോലീസ് സേനാംഗങ്ങൾ ഇവിടെ നിൽക്കുന്നത്. മുഖ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ടുകൊണ്ട് നവകേരള സദസ്സിലെ യാത്രയ്ക്കുടനീളം പോലീസ് അതിക്രമം നടത്തി, യുവമോർച്ച പ്രവർത്തകരെ അടക്കമുള്ളവർക്ക് അതിക്രമം നടത്തിയെന്ന വിഷയത്തിലാണ് ഇന്നിപ്പോൾ ഈ മാർച്ച് നടക്കുന്നത്. ഇപ്പോൾ പോലീസും പ്രവർത്തകരും തമ്മിൽ നേരിട്ട് ഏറ്റുമുട്ടുകയാണ്. യുവമോർച്ച സംസ്ഥാന അധ്യക്ഷൻ പ്രബുൽ കൃഷ്ണ അടക്കമുള്ളവർ ഈ പ്രതിഷേധത്തിന്റെ മുൻനിരയിൽ തന്നെയുണ്ട്. പോലീസിന് നേരെ ഇപ്പോൾ പോലീസിനോട് നേരിട്ട് ഏറ്റുമുട്ടുന്ന പ്രവർത്തകരെ മാറ്റാനുള്ള നടപടി ആണ് പോലീസ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഉന്തും തള്ളും തന്നെയാണ് സെക്രട്ടേറിയറ്റിന് മുന്നിൽ ഇപ്പോൾ നടക്കുന്നത്. പ്രവർത്തകർ പിരിഞ്ഞു പോകാൻ തയ്യാറല്ല.